തിരക്കുള്ള ജംഗ്ഷനുകളിൽ റോഡ് ക്രോസ് ചെയ്യാനായി സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കുക. പലരും അലക്ഷ്യമായി ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. പൊതുവെ ഇന്നത്തെ ആളുകൾക്ക് നടക്കാൻ മടിയാണ്. സീബ്ര ക്രോസിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നേരെ കാണുന്ന റോഡ് ഇറക്കമായതുകൊണ്ടും വാഹനങ്ങൾ അത്യാവശ്യം വേഗതയിൽ വരുന്നതുകൊണ്ടും ചിലപ്പോൾ ബ്രേക്ക് ചെയ്താൽ കിട്ടണമെന്നില്ല. നമ്മളാണ് ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യേണ്ടത്. എന്തായാലും വാഹനങ്ങൾ പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ സീബ്ര ക്രോസിലേക്ക് കടന്നു. നമ്മളൊരു നിശ്ചിത വേഗതയിൽ നടന്നു പോവുക. ദയവായി റോഡിന് നടുവിൽ കൂടെ ഓടാൻ നിൽക്കരുത്. നമ്മളുടെ നടത്തത്തിൻ്റെ വേഗത മനസ്സിലാക്കിയാണ് എതിരെ വരുന്ന വാഹനങ്ങൾ അവരുടെ വേഗതയും കൺട്രോൾ ചെയ്യാറുള്ളത്. നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷനാകും. അടുത്ത സീബ്ര ക്രോസിൽ വാഹനങ്ങൾ പോകാനായി ഞാൻ കാത്തു നിന്നു. നേരെ കാണുന്ന ഓട്ടോറിക്ഷ സിഗ്നൽ തെറ്റിച്ചാണ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നവരെ എന്ത് ചെയ്യണം? അതെല്ലാം കണ്ടുകൊണ്ട് ഇവരുമുണ്ട്. എന്തായാലും ഇരുവശങ്ങളിൽ നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഞാൻ സീബ്ര ക്രോസിലേക്ക് കടക്കുന്നത്. സീബ്ര ക്രോസിലൂടെ നടക്കുകയാണെങ്കിലും നമുക്ക് ചുറ്റും ശ്രദ്ധ വേണം. അലക്ഷ്യമായി ഫോണൊന്നും വിളിച്ചുകൊണ്ട് നടക്കാൻ നിൽക്കരുത്. സീബ്ര ക്രോസിങ്ങിനെ ബഹുമാനിക്കാത്ത ആൾക്കാരാണ് നമുക്ക് ചുറ്റിലും പലപ്പോഴും വാഹനം ഓടിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ടാണല്ലോ പലരും അതിൻ്റെ പുറത്തേക്ക് വാഹനം കയറ്റി നിർത്തുന്നത്. ഇവിടെ വലത്തേക്ക് പോകാനുള്ള വാഹനങ്ങൾ പോയ ശേഷം മാത്രമേ നമ്മൾ സീബ്ര ക്രോസിലേക്ക് കടക്കാവൂ. കാൽനടയാത്രക്കാർ എല്ലാവരും വാഹനങ്ങൾക്ക് പോകാനുള്ള സിഗ്നലിനെയും പരിഗണിക്കണം. ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ പല മുതിർന്ന ആളുകൾക്കും അറിഞ്ഞുകൂടാ റോഡ് എങ്ങനെയാണ് മുറിച്ച് കടക്കേണ്ടതെന്ന്. അത്തരം ആളുകൾ അലക്ഷ്യമായി റോഡ് മുറിച്ച് കടക്കുന്നതുകൊണ്ടാണ് പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത്. എന്തായാലും എനിക്ക് മുന്നോട്ട് പോകാനുള്ള സിഗ്നലായി. ദയവായി നിങ്ങളുടെ വാഹനങ്ങൾ സീബ്ര ക്രോസിലേക്ക് കയറ്റി നിർത്താതിരിക്കുക. അടുത്തതായി ഇതേപോലുള്ള റോഡുകളിലൂടെ നമ്മൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ വാഹനങ്ങൾ വളരെ വേഗതയിലാണ് വരുന്നത്. ഒരു 10-20 അടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ ഏറ്റവും സേഫ് അങ്ങോട്ട് പോയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത്തരം സ്ഥലങ്ങളിൽ പല കുട്ടികളും ഓടിയിട്ടാണ് റോഡ് ക്രോസ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ കുട്ടികളെ ദയവായി റോഡ് എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്ന് വൃത്തിയായിട്ട് പഠിപ്പിക്കണം. അത് പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇതിനൊക്കെ എവിടെ സമയം അല്ലേ? പിന്നെ ഇത് തിരക്കേറിയ വെള്ളായണി ജംഗ്ഷനാണ്. ഇവിടുത്തെ സീബ്ര ലൈനുകളൊക്കെ പലതും മാഞ്ഞു പോയിരിക്കുന്നു. ഒന്ന് റീപെയിൻറ്റ് ചെയ്തെങ്കിൽ നന്നായിരുന്നു. റോഡിൻ്റെ മിഡിലേക്ക് പോകുന്ന സീബ്ര ലൈൻ എത്തുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം വലത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചിലപ്പോൾ വേഗതയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സേഫായിട്ട് ആ മീഡിയൻ്റെ അടുത്ത് കയറി നിൽക്കുക. കാരണം മുന്നോട്ട് നമുക്ക് പോകാനുള്ള സിഗ്നലല്ല. ഈ വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞ് സിഗ്നൽ ഓക്കെ ആയ ശേഷം മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാവൂ. പക്ഷേ ഇവിടെ കണ്ടില്ലേ, 1-2 പേർ അലക്ഷ്യമായി റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ആളുകളാണ് അപകടം വിളിച്ചു വരുത്തുന്നത്. ആ ചേട്ടൻ കണ്ടില്ലേ, റോഡിൻ്റെ നടുവിലേക്ക് എന്തിനാണ് കയറി നിൽക്കുന്നത്? നിങ്ങൾക്ക് പോകാനായിട്ട് ഇവിടെ സീബ്ര ക്രോസ് ഇല്ലേ? ദയവായി ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നവരെ പോലെ തന്നെ കുറ്റക്കാരാണ് അലക്ഷ്യമായി റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകളും. പിന്നെ ബോധവൽക്കരിക്കാനും ജനങ്ങളെ നന്നാക്കാനും സമയമില്ല എങ്കിൽ കുറേ ജനസംഖ്യ റോഡിൽ തന്നെ പൊലിഞ്ഞുകൊള്ളും. വലിയ അപകടങ്ങൾ പറ്റിയ ശേഷം മാത്രം മുതലക്കണ്ണീരും ബോധവൽക്കരണവും നിറമാറ്റവുമായി വരുന്ന അധികാരിവർഗം തന്നെയാണ് നമ്മളെപ്പോലുള്ള ജനതയുടെ ഏറ്റവും വലിയ ശാപം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.